സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യുദ്ധ സിനിമകളിലെ സ്ഥിരം ക്ലീശ രംഗങ്ങൾ ആണ് ചിലർ 1971 ബിയോണ്ട് ബോർഡേഴ്സിനെ വിമർശിക്കാൻ കാരണം. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് മിനിമൽ ബഡ്ജറ്റിൽ നല്ലൊരു യുദ്ധ സിനിമ ചെയ്യാൻ മേജർ രവിക്ക് സാധിച്ചു എന്നതിൽ സംശയമില്ല. എങ്കിലും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സിനിമകളിലെ ക്ലീശ രംഗങ്ങളാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു ചിത്രം സജസ്റ്റ് ചെയ്യാം. രണ്ട് രാജ്യങ്ങളെ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും കുറെ തോക്കും വെടിവെപ്പും അല്ലാതെ എന്ത് ഒരു യുദ്ധ സിനിമയിൽ കൊണ്ടുവരാം എന്നല്ലേ. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹോളിവുഡ് ചിത്രം ഹാക്സോ റിഡ്ജ്. ചിത്രം രണ്ടാം ലോകമഹായുദ്ധത്തിനിടയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം ആസ്പദമാക്കി ചിത്രീകരിച്ചതാണ്. ഒരു തോക്ക് പോലും ഉപയോഗിക്കാതെ ഒരു ജീവനും അപകരിക്കാതെ മെഡൽ ഓഫ് ഓണർ നേടിയ ഡെസ്മണ്ട് ഡോസിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത്. ആർമി ക്യാമ്പിൽ എത്തുന്ന ഡോസിൻ്റെ പ്രകൃതം എല്ലാവരെയും അതിശയപ്പെടുത്തുന്നു. താൻ ഒരിക്കലും തോക്ക് ഉപയോഗിക്കാൻ തയ്യാറല്ല എന്നാണ് ഡോസിൻ്റെ ഡിമാൻഡ്. തനിക്ക് യുദ്ധത്തിനിടയിൽ ജവാന്മാർക്ക് മെഡിക്കൽ ഹെൽപ്പ് മാത്രം നൽകിയാൽ മതിയത്രേ. ഇത് ആർമി ക്യാമ്പിൽ ഡോസിനെ ഒരുപാട് പീഡനങ്ങൾക്ക് ഇരയാക്കും. കോർട്ട് മാർഷന് വിധേയനാകുമ്പോഴും ഡോസ് ഒരിക്കലും തോക്കെടുക്കില്ല എന്ന തൻ്റെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകില്ല. എങ്കിലും ഒരുപാട് പോരാട്ടങ്ങൾക്കൊടുവിൽ ആയുധം ഉപയോഗിക്കാതെ തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകുക എന്ന തൻ്റെ ആവശ്യം ആർമി നേതൃത്വം അംഗീകരിക്കുന്നു. തുടർന്ന് ഒരു ഗണ്ണ് പോലും ഇല്ലാതെ വെടിയുണ്ടകൾ ചീറിപ്പായുന്ന യുദ്ധഭൂമിയിലേക്ക് മെഡിക്കൽ സഹായത്തിനായി ഡോസ് എത്തുന്നു. ഈ സമയങ്ങളിൽ ചിത്രം പ്രേക്ഷകരിൽ ജനിപ്പിക്കുന്ന ജിജ്ഞാസയും ടെൻഷനും വളരെ വലുതാണ്. ഒപ്പം മികച്ച നിലവാരമുള്ള യുദ്ധരംഗങ്ങളും. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ കണ്ടു തന്നെ അറിയുക. ഞങ്ങൾ ഉറപ്പു തരുന്നു, ഈ ചിത്രം നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്തില്ല. ഒപ്പം താൻ എന്തുകൊണ്ട് ഗൺ ഉപയോഗിക്കില്ല എന്ന കാര്യവും ഡോസ് സുഹൃത്തിനോട് റിവീൽ ചെയ്യുന്നു. പലരും ഉപേക്ഷിച്ചു പോയ 75ഓളം ജീവനുകളാണ് ഡോസ് ഒറ്റയ്ക്ക് അതിസാഹസ്യമായി രക്ഷപ്പെടുത്തുന്നത്. എഴുന്നേറ്റ് നിൽക്കുന്ന രോമങ്ങളുമായല്ലാതെ ഈ ചിത്രം നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ സാധിക്കില്ല. ആൻഡ്രൂ ഗാർഫീൽഡ് ആണ് ഡോസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മെൽ ഗിബ്സൺ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം കാണാൻ സാധിക്കുന്നവർ തീർച്ചയായും കാണുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.